ഇന്ന് നമ്മൾ പോകുന്നത് ഖുറാനിക് പാർക്ക്. ഇതിൽ പേര് പോലെ തന്നെ ഖുറാനിലുള്ള ചില അത്ഭുതങ്ങളാണ് ഇവിടുത്തെ ഈ പാർക്കിൻ്റെ ഹൈലൈറ്റ്. ഈ പാർക്കിലേക്കുള്ള ആക്സസ് എന്ന് പറഞ്ഞെങ്കിൽ ഫ്രീ ആണ്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കിട്ടുന്നതാണ്. വളരെ വിശാലമായ 64 ഹെക്ടറുള്ള ഒരു പാർക്കാണ്. ഇതിൽ പലയിടങ്ങളിലായി ഖുറാനിൽ പരാമർശിക്കുന്ന സസ്യങ്ങൾ നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിലെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേവാണ്. ഇതിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ 5 ദിർഹംസ് പെർ ഹെഡാണ്. അത് നമുക്ക് ഗേറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതിൽ നബിമാരെ കുറിച്ചുള്ള ചരിത്രമാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ചില ശ്രേഷ്ഠമായ ചില സംഭവങ്ങൾ നമുക്കൊരു ആനിമേഷൻ രൂപത്തിൽ കാണിച്ചു തരുന്ന ഒരു സെക്ഷനാണ്. ഇത് ഒരു ഹാഫ് ആൻ അവർ പോലെ ഉണ്ടാവും. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ നബിമാരുടെയും ചരിത്രം, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ചില ശ്രേഷ്ഠമായ സംഭവങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഓരോ സെക്ഷനും ഓരോരോ ഭാഗത്തായിട്ടാണ് ഓരോ നബിമാരതും നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെയാണ് ദ വെയിൽ. ഓരോരും നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടാകും ആരതാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഈ ഒരു ഖുറാനിക് പാർക്ക് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സെക്ഷനിൽ ഓരോരോ സംഭവം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു 3 സംഭവമാണ് മോസസ് ലേക്ക്, ഈ കേവ്സ് ഓഫ് മിറാക്കിൾ, അതേപോലെ ഗ്ലാസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയൊരു ഏക്കർ സ്ഥലമാണ്. Thought that God would not restrain him. He thought that God's land was wide and that he would find another place where people were more accepting of his call and less stubborn than his people. Yet his people turned to believe in the truthfulness of the message of their prophet Jonah after they were punished by Allah Almighty after the departure of Jonah. Hence they repented, declared their belief and asked Allah Almighty to remove the punishment. Thence Allah removed the punishment, accepted their repentance, and he endowed them with faith. The prophet of God, Jonah, peace be upon him, headed to the beach, and there he found a ship. നെക്സ്റ്റ് സെക്ഷന് ഈസാ നബീനെ കുറിച്ചിട്ടാണ് വരുന്നത്. എല്ലാ സെക്ഷനിലും നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസും കൂടി ഈ ഒരു കേവിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു കേവാണ്. നെക്സ്റ്റ് ഉസൈർ അലൈഹിസ്സലാമിനെ കുറിച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് സെക്ഷനിൽ. നെക്സ്റ്റിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ചിട്ടുള്ള ചരിത്രമാണ്. ദ വാലി ഓഫ് ആൻഡ്സ്. He subjected the wind to birds and gentle to him, and anointed mighty among given kings and other powerful figures. He was taught the language of the bird like glass. She found an excuse for that great army, as they could have never sensed their presence due to their small size and invisibility amidst the movement of an army like the army of Solomon. An incredibly tiny ant took the initiative to advise its fellows and warn them of an approaching danger, armed with the spirit. നെക്സ്റ്റിൽ മൂസാ നബീനെ കുറിച്ചിട്ടാണ് മിറാക്കിൾ ഓഫ് ദ സീ. And to harden their hearts so that they would become useless, unresponsive to advice, to learn the worst and severest punishment, and taught of heaven. നെക്സ്റ്റ് ഇബ്രാഹിം നബിനെ കുറിച്ചിട്ടാണ് റിവൈവിങ് ദ ബേർഡ്സ്.
ലാസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ മുഹമ്മദ് നബീനെ കുറിച്ചിട്ടാണ്. മൂൺ സ്പ്ലിറ്റ്. Muhammad, peace be upon him, the last of the prophets, was calling on his people, Quraysh, to follow the path of belief and monotheism. Yet despite their knowledge of the truthfulness of the Prophet, peace be upon him, they rejected his message, and following his religion, they insisted on their disbelief. The people of Mecca continued to argue and deny the call of the Prophet, peace be upon him, for a long time, and he was patient with them and with their denial of the truth for the sake of his noble vocation and mission. The infidels of Quraysh wanted വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണ്. ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഡെയിലി രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെയാണ്. അൽ ഖലീജിലുള്ള ലാസ്റ്റ് എക്സിറ്റിലും കൂടെ നമുക്ക് ഇത് കഴിഞ്ഞ് പോകാൻ പറ്റും. രണ്ടും അടുത്തടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, മോസസ് ലേക്ക് എന്നാണ് ഈ ഒരു ലേക്കിൻ്റെ പേര്. നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പം വെള്ളത്തിൻ്റെ മുകളിലേക്ക് കൂടിയിട്ട് ആൾക്കാർ നടക്കുന്നത് പോലെ ആയിട്ടാണ് ഇത് കാണുന്നത്. ഇതാണ് ഗ്ലാസ് ഹൗസ്. ഇതിലേക്കുള്ള എൻട്രി ഫീയും 5 ദിർഹംസ് പെർ ഹെഡ് ആണ്. ഇതിൽ ഖുറാനിൽ പറയപ്പെടുന്ന സസ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇത് നല്ലൊരു അടിപൊളി മരമാണ്. ഇതുപോലുള്ള കുറച്ച് മരങ്ങൾ ഇവരുണ്ട്. നല്ല രസമാണ് ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ മോസസ് ലേക്ക്. ഇത് മൂസാ നബിയുടെ ചരിത്രത്തിലുള്ള ചെങ്കടൽ പിളർത്തിയ ആ ഒരു ചരിത്രത്തിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ലേക്കാണ്. തൻ്റെ ശത്രു സൈന്യത്തിൽ നിന്ന് തൻ്റെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടൽ 2ആയി പിളർത്തി കൊടുത്തു. ആ ഒരു ചരിത്രമാണ് ഈ ഒരു ലേക്കിന് പിന്നിലുള്ളത്. ആ ഒരു മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലേക്കാണിത്. ഇതാണ് ആ ഗ്ലാസ് ഹൗസ്. അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണിത്. ഇതെല്ലാം ഖുറാനിൽ പരാമർശിക്കുന്ന സസ്യങ്ങളാണ്. ഒരുപാട് സസ്യങ്ങളുണ്ട്. വലിയൊരു ഗ്ലാസ് ഹൗസാണിത്. ഫസ്റ്റ് ഇതാ കുറച്ച് ഓണിയൻസ് ആണ്. നെക്സ്റ്റിൽ സെസേം, പിന്നെ വീറ്റ്, നെക്സ്റ്റ് ബ്ലാക്ക് സീഡ്, പിന്നെ അലോവേറ, ലെൻറ്റിൽസ്, bitter apple, pomegranate, watermelon, pumpkin, cucumber, ഊത്, പാംസ്, അങ്ങനെ ഒരുപാട് സസ്യങ്ങളുണ്ട് ഇവിടെ. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റാണ്. എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യാം.